അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. റഹീഖുൽ ഖുർആനിന്റെ 4-ാമത്തെ സെഷനിലെ 24-ാമത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ഖദർ ആണ് നാം പഠിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 97-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖദറിൽ 5 വചനങ്ങളാണ് ഉള്ളത്. മക്കിയായ ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രധാനപ്പെട്ട ഒരു രാവിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അധ്യായത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. തീർച്ചയായും നാം ഇതിനെ അഥവാ ഈ വിശുദ്ധ ഖുർആനിനെ നിർണയത്തിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇന്നാ തീർച്ചയായും നാം അൻസൽനാഹു നാം ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു അഥവാ ഈ വിശുദ്ധ ഖുർആനിനെ നാം ഇറക്കിയിരിക്കുന്നു. ഫീ ലൈലത്തിൽ ഖദ്ർ നിർണയത്തിന്റെ രാത്രിയിൽ. രണ്ടാമത്തെ വചനം വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. നിർണയത്തിന്റെ രാത്രി എന്നാൽ എന്താണെന്ന് താങ്കൾക്കറിയാമോ? വമാ അദ്റാക താങ്കൾക്കറിയാമോ? പ്രവാചകരോടായിക്കൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നത്. പ്രവാചകരെ താങ്കൾക്കറിയാമോ? മാ ലൈലത്തുൽ ഖദ്ർ എന്താണ് ലൈലത്തുൽ ഖദ്ർ എന്നാൽ, അല്ലെങ്കിൽ നിർണയത്തിന്റെ രാത്രി എന്നാൽ എന്താണെന്ന് താങ്കൾക്കറിയാമോ? മൂന്നാമത്തെ വചനം ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. നിർണയത്തിന്റെ രാത്രി എന്നാൽ അത് 1000 മാസത്തേക്കാൾ ഉത്തമമാകുന്നു. ലൈലത്തുൽ ഖദ്രി നിർണയത്തിന്റെ രാത്രി അഥവാ ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ ഖൈറും മിൻ അൽഫി ശഹർ 1000 മാസത്തേക്കാൾ ഉത്തമമായ രാവാണ്. നാലാമത്തെ വചനം തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. മലക്കുകളും റൂഹും അഥവാ ആത്മാവും അവരുടെ രക്ഷിതാവിന്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ ഇറങ്ങി വരുന്നതാണ്. തനസ്സലുൽ മലായികതു മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. വറൂഹു റൂഹും ഇറങ്ങി വരും, ആത്മാവും ഇറങ്ങി വരും. ഫീഹ ആ രാവിൽ ബിഇദ്നി റബ്ബിഹിം അവരുടെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തരവ് പ്രകാരം അവർ ഇറങ്ങി വരുന്നതാണ്. മിൻ കുല്ലി അംർ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി കൊണ്ട്. അഞ്ചാമത്തെ വചനം സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പ്രഭാതോദയം വരെ അത് സമാധാനമാകുന്നു. സലാമുൻ സമാധാനമാണ്, ഹിയ അത്, ഹത്താ ഏതുവരെ എന്നാൽ മത്ലഇൽ ഫജ്ർ പുലരി ഉദിക്കുന്നത് വരെ, പ്രഭാതോദയം വരെ അത് സമാധാനമാകുന്നു എന്നാണ്. ഇവിടെ ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഖദർ എന്ന വാക്ക് അതിന്റെ ഭാഷാപരമായുള്ള അർത്ഥം ഒന്നെടുത്തു നോക്കുകയാണെങ്കിൽ നിർണയിക്കുക അല്ലെങ്കിൽ കണക്കാക്കുക എന്നിങ്ങനെയും അതേപോലെ തന്നെ നിലപാട്, ബഹുമാനം എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് അതിന് നൽകപ്പെടാറുള്ളത്. അപ്പോൾ ലൈലത്തുൽ ഖദർ എന്ന ആ ഒരു വാക്കിന് അർത്ഥം നൽകപ്പെടേണ്ടത് നിർണയത്തിന്റെ രാത്രി അല്ലെങ്കിൽ ബഹുമാനത്തിന്റെ രാത്രി എന്നൊക്കെയായിരിക്കും അതിന് വിവർത്തനം വരിക. സൂറത്തു ദുഖാനിലും ഈ രാത്രിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്തു ദുഖാനിലെ 3-4 ആയത്തുകൾ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. തീർച്ചയായും നാം ഇതിനെ അഥവാ ഈ വിശുദ്ധ ഖുർആനിനെ ഒരു അനുഗ്രഹീത രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇന്നാ കുന്നാ മുൻദിരീൻ തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനാകുന്നു. എന്നിട്ട് വീണ്ടും പറഞ്ഞു ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ആ രാത്രിയിൽ യുക്തിപൂർണമായ ഓരോ കാര്യവും വേർതിരിച്ചു വിവരിക്കപ്പെടുന്നു എന്ന്. ഇപ്രകാരം 2 സന്ദർഭങ്ങളിലാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാവിനെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ രാത്രിയെക്കുറിച്ച് 1000 മാസത്തേക്കാൾ ഉത്തമമാണെന്നും മലക്കുകളും റൂഹും ഇറങ്ങി വരുമെന്നും പ്രഭാതോദയം വരെ അത് സമാധാനമാണെന്നും ഒക്കെ ഈ അധ്യായത്തിൽ പരാമർശിക്കുമ്പോൾ ഈ രാത്രിയിൽ ഭൂമിയിലെ കാര്യങ്ങൾ പലതും നിർണയിച്ച് വ്യവസ്ഥ ചെയ്യപ്പെടുമെന്നും ഇതിന് കാര്യമായ ചില പ്രത്യേകതകൾ ഉണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഒന്നാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ അഥവാ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ഈ രാത്രിയിലാണ് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ലോകാവസാനം വരെയുള്ള മാനവ ലോകത്തിന്റെ ഐഹികവും പാരത്രികവുമായ സകല നന്മകൾക്കും നിദാനമാകുന്ന ആ ദിവ്യഗ്രന്ഥത്തിന്റെ അവതരണമുണ്ടായ രാവ് എന്ന് പറയുമ്പോൾ
തീർച്ചയായും അതൊരു മഹത്വമായ രാവ് തന്നെയായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഈ രാവ് റമദാൻ മാസത്തിലാണ് എന്നതിലും യാതൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യാം. സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അഥവാ റമദാൻ മാസം എന്നാൽ വിശുദ്ധ ഖുർആൻ അവതീർണമാക്കപ്പെട്ട മാസമാണ്. അപ്പോൾ റമദാൻ മാസത്തിലെ അനുഗ്രഹീതമായ ഒരു രാവിലാണ് അല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്ന് ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഖുർആനിന്റെ അവതരണം പൂർത്തിയായത് ഒരൊറ്റ രാവിലല്ല എന്നതും, മറിച്ച് ആ അവതരണം പൂർത്തിയായിട്ടുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം കിട്ടിയത് മുതൽ പ്രവാചകന്റെ 63-ാമത്തെ വയസ്സ് വരെയുള്ള 23 വർഷക്കാലം കൊണ്ടാണ് ആ അവതീർണം പൂർത്തിയായത് എന്നിരിക്കെ പവിത്രമാക്കപ്പെട്ട ഈ രാത്രിയിൽ ഖുർആൻ അവതരിച്ചു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്തായിരിക്കും? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ചില പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞതായി കാണാം. അൻസലല്ലാഹുൽ ഖുർആന ജുംലതൻ വാഹിദ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ മൊത്തമായി കൊണ്ട് അവതരിപ്പിച്ചു. മിനൽ ലൗഹിൽ മഹ്ഫൂദ് ഇലാ ബൈത്തിൽ ഇസ്സ മിനസ് സമാഇദ് ദുനിയ. അഥവാ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ഒന്നാം ആകാശമായ അല്ലെങ്കിൽ നമ്മോടടുത്ത് നിൽക്കുന്ന ആകാശത്തിലുള്ള ബൈത്തുൽ ഇസ്സയിലേക്ക് വിശുദ്ധ ഖുർആനിനെ മൊത്തമായി കൊണ്ട് അവതരിപ്പിക്കുകയുണ്ടായി. ثم نزل مفصلا بحسب الوقائع في 23 سنة على رسول الله صلى الله عليه وسلم. പിന്നീട് ഓരോ സന്ദർഭത്തിനും സംഭവങ്ങൾക്കുമൊക്കെ അനുസൃതമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 23 വർഷങ്ങളിലായിക്കൊണ്ട് ആ ഓരോ ഭാഗങ്ങളായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ സകലതും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ജ്ഞാനരേഖയാകുന്ന അല്ലാഹുവിങ്കൽ ഭദ്രമായ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് വിശുദ്ധ ഖുർആൻ മൊത്തമായി നമ്മോടേറ്റവും അടുത്തു നിൽക്കുന്ന ആകാശത്തിലേക്ക്, ഒന്നാം ആകാശത്തിലേക്ക് ഇറക്കിയത് അത് ഈ രാവിലാണ് എന്നാണ് പറഞ്ഞതിന്റെ ആകെത്തുക. പിന്നീട് അതിന് സന്ദർഭം അനുസരിച്ച് 23 വർഷങ്ങളിൽ കുറേശ്ശെയായിട്ട് ഭൂമിയിലേക്ക് അത് അവതരിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ലൈലത്തുൽ ഖദർ എന്നുള്ളത് വിശുദ്ധ ഖുർആൻ മൊത്തമായി ബൈത്തുൽ ഇസ്സയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട രാവാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 2-ാമത്തെ വചനത്തിൽ പ്രവാചകരോടായി കൊണ്ട് ചോദിക്കുന്നുണ്ട്, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. പ്രവാചകരെ, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അറിയാമോ, അല്ലെങ്കിൽ താങ്കൾക്ക് എന്ത് അറിയാം എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അതിന്റെ ഉത്തരം എന്നോണം അതിന്റെ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു. 3-ാമത്തെ വചനത്തിൽ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. അഥവാ 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ രാവാകുന്നു ലൈലത്തുൽ ഖദർ എന്നുള്ളത്. അപ്പോൾ ഏറെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഈ രാവ് എല്ലാ വർഷങ്ങളിലും ആവർത്തിക്കപ്പെടുകയും ആ സന്ദർഭങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾ 1000 മാസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ മികച്ചതായും ഉത്തമമായതായും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയും ചെയ്യുന്നു എന്നാണ്. എന്തുകൊണ്ട് ഈ രാവിനെ പ്രത്യേകതയുള്ളതായി അല്ലാഹു തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ അവതരിച്ചത് ഈ രാവിലാണ് എന്നത് തന്നെ അതിന് മതിയായ കാരണമാണ്. എന്നാൽ കാരണങ്ങളൊന്നും നമുക്ക് വ്യക്തമാകുന്നില്ല എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠത കൽപ്പിച്ചതിനാൽ ആ രാവിന് നാമും ശ്രേഷ്ഠത കൽപ്പിക്കൽ അനിവാര്യമാണ്. അതുപോലെ തന്നെ ചില പ്രത്യേക കാരണങ്ങളാൽ ചില വ്യക്തികൾക്കും ചില സ്ഥലങ്ങൾക്കും സമയങ്ങൾക്കുമൊക്കെ മറ്റുള്ളവയെ അപേക്ഷിച്ച് ഉന്നത സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഒരു പക്ഷേ പ്രത്യേക കാരണങ്ങളൊന്നും കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠത കൽപ്പിച്ചവർക്ക് ശ്രേഷ്ഠത കൽപ്പിക്കാതിരിക്കുക എന്നത് വിശ്വാസികൾക്ക് യോജിച്ച കാര്യമല്ല. അത് അവരുടെ വിശ്വാസത്തിന് വിഘടമാണ്. നമുക്കറിയാം, ഇതര സ്ഥലങ്ങളെക്കാൾ പള്ളികൾക്കും പള്ളികളുടെ കൂട്ടത്തിൽ മക്കയിലെ മസ്ജിദുൽ ഹറമിനും മദീനയിലെ മസ്ജിദുൽ നബവിക്കും ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സാക്കും ശ്രേഷ്ഠതയുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദിവസങ്ങളിൽ വെള്ളിയാഴ്ചക്കും അറഫ ദിവസത്തിനും പെരുന്നാൾ ദിവസത്തിനും മറ്റു ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതായും മാസങ്ങളുടെ കൂട്ടത്തിൽ റമദാൻ മാസത്തിനും അതേപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തിനും ശ്രേഷ്ഠതയുള്ളതായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ചില തത്വത്തെയോ കാരണത്തെയോ അടിസ്ഥാനമാക്കി ഓരോന്നിനും ശ്രേഷ്ഠത നിശ്ചയിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്.
അത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും അള്ളാഹു ബഹുമാനിച്ചതിനെ നാമും ബഹുമാനിക്കൽ നിർബന്ധമാണ്. അള്ളാഹു ശ്രേഷ്ഠത കൽപ്പിച്ചതിനെ നാമും ശ്രേഷ്ഠത കൽപ്പിക്കൽ അനിവാര്യമാണ്. എന്നാൽ നമ്മുടെ വകയായി ഒരു സ്ഥലത്തിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്തിനോ പ്രത്യേക ബഹുമാനം കൽപ്പിക്കുവാൻ പാടില്ലാത്തതും അതൊരിക്കലും തന്നെ അനുവദനീയമല്ലാത്തതുമാണ് എന്നും കൂട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്രകാരം അള്ളാഹു വളരെ ശ്രേഷ്ഠത കൽപ്പിച്ച രാവാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത്. ഇവിടെ ഈ സൂറത്തിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള വൻ കാര്യങ്ങൾ അതിന്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെല്ലാം പുറമെ വേറെയും നമുക്കറിയാത്ത രഹസ്യങ്ങൾ അതിൽ ഉണ്ടാവുകയും ചെയ്തേക്കാം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച എല്ലാത്തിനെയും ബഹുമാനിക്കുന്നത് വളരെ ഉത്തമമായ കാര്യമാണെന്നും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളോട് ആദരവ് കാണിക്കുന്നത് ഹൃദയത്തിലെ ഭയഭക്തിയുടെ അടയാളമാണ് എന്നും സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസ്താവിക്കുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിലെ 30-32 വചനങ്ങൾ നമുക്ക് കാണാം. ذَلِكَ وَمَن يُعَظِّمْ حُرُمَاتِ اللَّهِ فَهُوَ خَيْرٌ لَهُ عِندَ رَبِّهِ. അത് അഥവാ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഗ്രഹിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയ വസ്തുക്കളെ വല്ലവനും ബഹുമാനിക്കുന്ന പക്ഷം അത് തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ അവന് ഗുണകരമായിരിക്കും. ഫഹുവ ഖൈറുൻ ലഹു ഇൻദ റബ്ബി. അല്ലാഹു എങ്കിൽ അത് അവന് ഗുണകരമായിരിക്കും. 32-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, ذَلِكَ وَمَن يُعَظِّمْ شَعَائِرَ اللَّهِ. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതചിഹ്നങ്ങളെ ആദരിക്കുന്ന പക്ഷം ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. തീർച്ചയായും അത് ഹൃദയങ്ങളിലെ ധർമ്മനിഷ്ഠയിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ അത് തഖ്വയുടെ അടയാളമാണ്, സൂക്ഷ്മതയുടെ അടയാളമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മഹബ്ബത്തിന്റെ അടയാളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഈ ആദരവ് നൽകേണ്ടത് തോന്നിയ രീതിയിലാകുവാൻ പാടില്ല. മറിച്ച് ഓരോന്നിനെയും ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും എങ്ങനെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകരും അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്ഥലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേകമായുള്ള കർമ്മങ്ങൾക്ക് പുറമെ നമസ്കാരവും ദുആകളും ദിക്റുകളും ദാനധർമ്മങ്ങൾ അങ്ങനെ തുടങ്ങിയുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവയിൽ നന്മ വർദ്ധിപ്പിക്കുന്നത് നല്ലതാണെന്ന് മൊത്തത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇതനുസരിച്ച് ലൈലത്തുൽ ഖദറിൽ ധാരാളമായി കൊണ്ട് പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്രകാരം നന്മകളിൽ മുഴുകിക്കഴിഞ്ഞാൽ അല്ലാഹു പറഞ്ഞു, ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ, അഥവാ 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ താല്പര്യം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ലൈലത്തുൽ ഖദർ കൂടാതെയുള്ള 1000 മാസങ്ങളിൽ ചെയ്താലുണ്ടാകുന്ന അത്ര പ്രതിഫലം ആ രാവിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് ലഭിക്കുമെന്നും മലക്കുകളുടെ വരവും അല്ലാഹുവിന്റെ ചില തീരുമാനങ്ങൾ കണക്കാക്കപ്പെടുന്നതും പോലെയുള്ള പല കാര്യങ്ങളും അന്ന് സംഭവിക്കുന്നുവെന്ന നിലക്കും ആയിരിക്കുമെന്നതാണ് അതിന്റെ താല്പര്യമായി കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. 1000 മാസത്തേക്കാൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതിന്റെ രഹസ്യം നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. അതിന്റെ രഹസ്യം നമുക്കറിഞ്ഞുകൂടാ എന്നതാണ്. അതേപോലെ തന്നെ ആ രാവിൽ മലക്കുകളും റൂഹും അവരുടെ റബ്ബിന്റെ ഉത്തരവ് പ്രകാരം ഇറങ്ങി വരുമെന്നാണ് അതിന്റെ സവിശേഷതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം പ്രസ്താവിക്കുന്നത്. റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവി എന്നാണ് അർത്ഥം. എന്നാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. റൂഹ് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിയെ കുറിച്ച് വഹയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ അല്ലാഹു പ്രസ്താവിച്ചിട്ടുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തു ശുആറയിലെ 193-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, നസല ബിഹിർ റൂഹുൽ അമീൻ. വിശ്വസ്താത്മാവ് അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ വഹിയുമായി കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞതായി കാണാം. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു വിശേഷണമാണ് റൂഹ് എന്നുള്ളത്. ജിബ്രീലിന്റെ ആഗമനത്തെ സംബന്ധിച്ചാണ് ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വർ-റൂഹ് എന്ന് പ്രതിപാദിച്ചിട്ടുള്ളത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകളുടെ കൂട്ടത്തിൽ പ്രധാനിയാണ് എന്ന കാരണത്താൽ ആയിരിക്കാം അല്ലാഹു അദ്ദേഹത്തെ പ്രത്യേകം എടുത്തു പരാമർശിച്ചത്. മനുഷ്യരുടെ സൃഷ്ടിക്ക് കാണുവാൻ സാധിക്കാത്തതും ബാഹ്യബുദ്ധി കൊണ്ട് മാത്രം മനസ്സിലാക്കാവതല്ലാത്തതുമായ എത്രയോ കാര്യങ്ങൾ ഈ ഭൗമോപരിതലത്തിൽ
മലക്കുകൾ വഴി നടക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ടും പ്രവാചക വചനങ്ങൾ കൊണ്ടും സ്ഥാപിതമായ യാഥാർത്ഥ്യമാണ്. അക്കൂട്ടത്തിൽ മഹത്തായ പല കാര്യങ്ങളും ലൈലത്തുൽ ഖദറിൽ മലക്കുകൾ മുഖേന ഭൂമിയിൽ നടക്കുന്നതായിരിക്കുമെന്നും അന്നത്തെ അവരുടെ ആഗമനം അനുഗ്രഹത്തിന്റെ ആഗമനമായിരിക്കുമെന്നതിൽ സംശയവും ഇല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ബദർ യുദ്ധത്തിലും മറ്റും സത്യവിശ്വാസികൾക്ക് ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ആയിരക്കണക്കിന് മലക്കുകൾ ഇറങ്ങിയിരുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു അധ്യായങ്ങളിൽ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ 4-ാമത്തെ വചനത്തിൽ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, അഥവാ മലക്കുകളും റൂഹും ആ രാവിൽ ഇറങ്ങി വരും. അത് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരവും എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമായിരിക്കുമെന്ന് പറയുമ്പോൾ ഭൂമിയിൽ മലക്കുകൾ വഴി നടത്തപ്പെടുന്ന എല്ലാ കാര്യങ്ങളുടെയും ആവശ്യാർത്ഥം മലക്കുകൾ ഇറങ്ങി വരും എന്ന അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാരം അവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ലൈലത്തുൽ ഖദർ റമദാനിലെ ഏത് ദിവസമാണ് എന്ന കാര്യം ചർച്ച ചെയ്യുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഖദ് ഉരീതു ഹാദിഹിൽ ലൈലത സുമ്മ ഉൻസിതുഹാ, ഈ രാവിനെ സംബന്ധിച്ച് എനിക്ക് കാണിക്കപ്പെടുകയുണ്ടായി, എന്നാൽ പിന്നീട് ഞാൻ അതിനെ സംബന്ധിച്ച് മറക്കപ്പെടുകയും ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിർ, റമദാനിലെ അവസാന 10 രാവുകളിൽ നിങ്ങൾ അതിനെ തേടിക്കൊള്ളുക. വൽതമിസുഹാ ഫി കുല്ലി വിത്ർ, അഥവാ റമദാനിലെ അവസാന രാവുകളിലെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ പ്രത്യേകമായി അതിനെ തേടിക്കൊള്ളുക എന്ന് നബി കരീം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്. അപ്പോൾ റമദാനിലെ അവസാന 10 ഒറ്റയിട്ട രാവുകളിൽ ആ രാവിനെ പ്രതീക്ഷിക്കുവാൻ നബി കരീം അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു തരികയാണ്. അതിലായിരിക്കാം ലൈലത്തുൽ ഖദർ ഉണ്ടായിരിക്കുക എന്ന് സാരം. ഒരുപക്ഷെ പ്രവാചകർക്ക് മറപ്പിക്കപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൂടുതൽ അടുക്കുവാൻ വിശ്വാസികൾ കൂടുതൽ ദിവസങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളട്ടെ എന്ന ലക്ഷ്യത്താലായിരിക്കാം. അതായിരിക്കാം അതിന്റെ ഹിക്മത്ത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നതായി കാണാം. എന്തായാലും റമദാനിൽ അവസാന 10 ഒറ്റയിട്ട രാവുകളിൽ ഈ രാവിനെ തേടിക്കൊള്ളാമെന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ എന്ത് പ്രാർത്ഥിക്കണമെന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചകരോടായി കൊണ്ട് ചോദിക്കുന്നുണ്ട്. യാ റസൂലല്ലാഹ്, അറഅയ്ത ഇൻ അലിംതു അയ്യ ലൈലത്തിൻ ലൈലത്തുൽ ഖദർ മാ അഖൂലു ഫീഹാ, പ്രവാചകരെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിരിക്കുന്ന വേളയിൽ എന്താണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആയിഷ നീ ഇങ്ങനെ പറഞ്ഞോ, അല്ലാഹുമ്മ ഇന്നക അഫുവൻ, അല്ലാഹുവേ നീ ഏറെ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ വിട്ടുവീഴ്ചയെ നീ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു, അതിനാൽ ഫഅഫു അന്നി എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു തരണേ എന്നിങ്ങനെ തേടിക്കൊള്ളൂ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നതുപോലെ ആ രാത്രിയെ ആ രാവിനെ വിനിയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ നന്മകൾ തികച്ചും അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാകുമെന്നത് തീർച്ചയാണ്. ആ നന്മകൾ തേടുന്ന ആളുകളെ സംബന്ധിച്ച് ഈ രാവ് ഏറെ മഹത്വം നിറഞ്ഞതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ അവസാന സമയം വരെ അവർക്ക് സമാധാനവുമായിരിക്കും. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് 5-ാമത്തെ വചനത്തിൽ, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, അഥവാ ഫജ്ർ ഉദിക്കുന്നത് വരെ, പ്രഭാതം ഉദിക്കുന്നത് വരെ അത് സമാധാനമായിരിക്കുമെന്ന്. അത്തരത്തിൽ നന്മകളിൽ സന്തോഷവും ആനന്ദവും കണ്ടെത്തുവാനും നന്മ വർത്തിക്കുമ്പോൾ സമാധാനം ലഭിക്കുകയും ചെയ്യുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മകൾ കൊണ്ട് ജീവിതം നിറക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ഖദർ പാരായണം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങൾ നമ്മുടെ മനസ്സുകളിലേക്ക് വരേണ്ടതുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സുകളിൽ തെളിയേണ്ടതുണ്ട്. അപ്രകാരം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനും അതിന്റെ ആശയ തലങ്ങളിലൂടെ വിശുദ്ധ ഖുർആനിനെ കേൾക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.